ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. ഖദർ കാർഷിക കൂട്ടായ്മ പള്ളുരുത്തി ഏരിയ സംയോജിത കൃഷിനടിയിൽ ഉദ്ഘാടനം നടന്നു. ഖദർ കാർഷിക കൂട്ടായ്മ പള്ളുരുത്തി ഏരിയ സംയോജിത കൃഷിനടിയിൽ ഉദ്ഘാടനം പെരുമ്പടുപ്പ് പൈ റോഡിന് സമീപം CB ധർമ്മജന്റെ ഭൂമിയിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. വിളവെടുക്കാൻ കഴിയുന്ന ഒരു കാർഷിക ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാക്കിയതല്ല, അത് വിദേശത്ത് നിൽക്കാനുണ്ട്. അവിടുന്ന് ബ്രസീലിലാണ് വന്നത്. അതില്ലേ കപ്പ ബ്രസീലിൽ വന്നതല്ലേ, അതാണ് ഇതിന്റെ ആദ്യമായി വസ്താവാണ്. അവിടെ നിന്നാ വന്നത്. ആ കപ്പ 3 മാസത്തിനുള്ളിൽ വിളവ് തരും. കോവിഡ് അത് പടർന്ന് പിടിച്ച് ലോകമാകെ മരവിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക്, ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടാൽ കേരളത്തിലൊരു മനുഷ്യന് പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും എളുപ്പത്തിൽ വിളവ് തരുന്ന കപ്പ നടാൻ തീരുമാനിച്ച് അത് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലായിടങ്ങളിലും കപ്പ ഉണ്ടായി, കപ്പക്ക് നല്ല നിരക്ക് വിളവ്. ഈ അനുഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന വിഷം തളിച്ച ഏരിയ പ്രസിഡന്റ് MS ശോഭിതന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് ഏരിയ കൺവീനർ KN സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA പീറ്റർ, അനിത ശീലൻ, ഏരിയ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, PMSC ബാങ്ക് പ്രസിഡന്റ് KP സെൽവൻ, കാർഷിക സംഘം ഏരിയ പ്രസിഡന്റ് AM ഷെരീഫ്, KTU ഏരിയ പ്രസിഡന്റ് VK വിനയൻ, ഏരിയ ട്രഷറർ അഡ്വക്കേറ്റ് PS വിജു തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഖദർ കാർഷിക കൂട്ടായ്മ ഇടക്കൊച്ചി ലോക്കൽ കൺവീനർ അനിൽ ആനന്ദ് കൃതജ്ഞത രേഖപ്പെടുത്തി. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും CPIM നേതൃത്വം കൊടുത്തുകൊണ്ട് കർഷക തൊഴിലാളി യൂണിയനും കേരള കർഷക സംഘവും DYFIയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.